അയാൾക്ക് സമാധി ആവണമെന്നോ അല്ലെങ്കിൽ ഇപ്പം മരിക്കുക, എന്റെ ഭാഷ ഞാൻ മരിക്കുന്നതെന്ന് പറയാം, മരിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഷുഗറിന്റെയും പ്രഷറിന്റെ ഒക്കെ ഗുളിക കഴിക്കുകയും ഇൻസുലിൻ എടുക്കുകയൊക്കെ ചെയ്തു? അതൊന്നും ഈ സ്വർഗത്തിൽ പോകുമ്പോഴത്തെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് വീട്ടിനകത്ത് വെച്ച് സംഭവിച്ചിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയതാണെന്ന് പറയുന്നതിൽ എന്റെ തോന്നൽ മാത്രമാണേ. അതിൽ കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇദ്ദേഹം നടന്നു കണ്ടിട്ടില്ല. മാത്രമല്ല ഷുഗർ വന്ന് കാല് മുറിവുള്ള ആളായിരുന്നു. ആ മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ട് അവിടെ നടന്നു പോയിരുന്നു എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. നമ്മുടെ മുസ്ലിം പള്ളികളിൽ വന്നിട്ട് ഖബറിന്റെ അടുത്തൊക്കെ അടക്കം ചെയ്യുന്നിടത്തൊക്കെ വന്നിട്ട് ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്, കാശിടാറുണ്ട്. ഓരോരുത്തർ അവരുടെ ഇഷ്ടം കാശിടട്ടെ, പള്ളിക്കാരെടുക്കട്ടെ, ഉസ്താദന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിരിക്കും അത് എടുക്കുന്നത്. അതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയട്ടെ, ഇവിടെ ഈ ഖബറിന്റെ അടുത്തുകൊണ്ട് കാശിട്ട ഒരു പടച്ചോന് കിട്ടത്തില്ല. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി തിരുവടികൾ അൾടോക്സിന്റെ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നു. അതാണ് നമുക്ക് ഇന്നത്തെ ടോക്ക്. പലപ്പോഴും വേണമെങ്കിൽ കമന്റ് വരാം, സ്വാമിയുടെ കാര്യം കഴിഞ്ഞില്ലേ വിടാൻ, പക്ഷെ ഇവിടെ വിടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സാർ വെൽക്കം. നമസ്കാരം. ഈ സ്വാമിയുടെ കാര്യം വിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിട്ടിട്ടില്ല, വീട്ടുകാരും വിട്ടിട്ടില്ല, നാട്ടുകാരും വിട്ടിട്ടില്ല, മാധ്യമങ്ങളും വിട്ടിട്ടില്ല, പിന്നെ നമ്മൾ മാത്രം വിടുന്ന സാറേ. പിന്നെ ഈ സ്വാമി മാത്രമായിരുന്നു നേരത്തെ, ഇപ്പൊ തിരുവടിയും കൂടെ വന്നിട്ടുണ്ട്. അതായത് ദിവ്യസമാധി അല്ല, മഹാസമാധി. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു മരണവാർത്തയാണ്. ചിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ചിരിക്കരുത്. അങ്ങനെ ചിരിക്കാൻ പാടില്ലെന്നാണ് നിയമം. അതെ, ചില സമയത്ത് ചിരിച്ചു പോകും. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇത്രയധികം ഒരു മരണത്തിന്റെ പേരിൽ ട്രോള് വന്നതും ഹാസ്യ വീഡിയോ വന്നതും എനിക്ക് തോന്നുന്നു വേറെ ഒരു വാർത്തയിലും ഇല്ല. അതാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ട മരണം. അതാണ് ഒരു പക്ഷെ മാർക്കറ്റ് ചെയ്യിക്കപ്പെടിച്ച മരണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ട സാധനമാണ്. കാര്യത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾ സമാധിയാവുന്നു എന്നൊരു പേരിട്ടിട്ട് അവിടെ കൊണ്ടിരുത്തുന്നു. അത് എങ്ങനെയാണ് മരിച്ചത്, ഒരാൾ നടന്നു പോയി അവിടെ ഇരുന്ന്, അതെ, അത് മറ്റേ ഷുഗറൊക്കെ ബാധിച്ച് കാലൊക്കെ വരണമുണ്ടായിരുന്ന ആ മനുഷ്യൻ കിടപ്പാരെന്ന് നാട്ടുകാർ പറയുന്നത്, 2 ബ്ലോക്ക് രണ്ടെണ്ണം ഇതുവരെ അറിഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ അവിടെ പോയിരുന്നു എന്നും ഇരുത്തിയതാവാന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. അപ്പം അങ്ങനെ ആവുന്നു. പിന്നീട് നാട്ടുകാരിൽ കുറച്ചു പേർക്ക് സംശയം തോന്നുന്നു. അതിൽ 2-3 പേര് ആദ്യത്തെ പേരുകളിലൊന്നും തന്നെ മറ്റു മതസ്ഥരുടെ പേരുകൾ ഇല്ലാന്ന് കണ്ടോണ്ട് 4ാമത്തെ കണ്ടൊരു പേര് തപ്പിയെടുത്തിട്ട് ആ മതക്കാരനാണ് ഇത് മതമൊക്കെ ആയിക്കോട്ടെ. ആദ്യം ഒന്നാമത്തെ വിശ്വംഭരൻ, അത് ഒന്നാമത്തെ പരാതി കൊടുത്ത ആള്. രണ്ടാമത്തെ പരാതി കൊടുത്ത ആളിലും ഇല്ല. അതിലെ കൂടെ പരാതി കൊടുത്ത ആളിന് മാത്രമാണ് അതിന്റെ അപ്പുറത്താണ്ട് പുള്ളിക്കൊരു വസ്തു ഉണ്ട്, ഒരു മുജീബ് എന്നൊരു വസ്തു ഉണ്ട്. കോട്ട പറയാത്ത നമ്മളെ ജാതി മതമൊന്നും കലർത്തുന്നില്ല, ഓൾറെഡി അവർ കലർത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽപ്പില്ല, മാപ്പ് പുള്ളിക്ക് അത് ഓർമ്മയില്ല എന്നുള്ളതാണ്. അതൊരു പ്രത്യേക എന്താണ് ആശയത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. മതത്തിലല്ല, മതത്തിനെ ഒന്നും നമ്മൾ ആക്ഷേപിക്കുന്ന ആളുകളല്ല. ചില ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തന്നെ എനിക്ക് അങ്ങനെ സംഭവം ഓർമ്മയില്ല എന്ന് പറയും. കാരണം എന്താ, വർഗീയ ധ്രുവീകരണത്തിന് കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് അപ്പൊ എന്തായാലും പാവം അച്ഛൻ സമാധിയായതിന്റെ വിഷമത്തിലോ സന്തോഷത്തിലോ ഇരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് അങ്ങനെയൊക്കെ ചിലപ്പം ഓവർ എക്സൈറ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ ഒരു ഫാമിലിയില് 2 മക്കൾ, അച്ഛൻ, അമ്മ, ഇവർക്ക് ഇത്രയും പേര് വേണമെങ്കിൽ മരുമോൾ, അല്ല അത് പറയാൻ പറ്റുമോ, ഇത്രയും പേര് വേണമെങ്കിൽ ഒരു ഫാമിലി മുഴുവൻ ഫൺ മെറ്റീരിയൽ ആവാം. ഈ വന്നു കയറുന്ന പെങ്കൊച്ചിനും എങ്ങനെ ആവും? ഞാൻ സത്യം പറയാനാണ് ആദ്യം ആലോചിച്ചേട്ടാ ഇത് എങ്ങനെ എന്നുള്ളതായിപ്പോയി. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഈ പുള്ളിക്കാരന്റെ വൈഫ്, അതായത് ഗോപൻ സ്വാമിയുടെ വൈഫ് വന്ന് സംസാരിക്കും. ഗോപൻ സ്വാമിയുടെ വൈഫ്, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി, നമ്മുടെ ആറാട്ടിലെ ലാലേട്ടന്റെ അതേ പേര് തന്നെ. അപ്പം പുള്ളിക്കാരന്റെ വൈഫ് വന്ന് സംസാരിക്കുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ വന്ന സമയത്ത്. അപ്പം നമ്മുടെ അരുൺകുമാർ റിപ്പോർട്ടറിലെ വിളിക്കുന്നു, സ്വാമി മരിച്ചെന്ന് പറയുന്നത് സമാധി, ഓക്കെ ഫൈൻ, എല്ലാം സമാധി, ഓക്കെ സമാധിയാണ്. അപ്പൊ വന്നിട്ട് മരുമോള് ഇതേ കാര്യം തന്നെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വണ്ടടിച്ചു, ഇത് എങ്ങനെ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരെ അഭിനയിക്കുന്നൊന്നുമല്ല. കാരണം കുറച്ച് കാലമായിട്ട് ഞാൻ പറഞ്ഞിട്ട്, കുറച്ച് കാലമായിട്ട് ഇവരുടെ തലയ്ക്ക് ഉള്ളിലേക്ക് കയറി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ മനസ്സിലാക്കി വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിലും ഇപ്പോ ജാതി മതം നോക്കിയാലും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എടുത്ത് അങ്ങനെ നോക്കിയാലും, കാരണം മതം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് കൂടുതലായിട്ട്. അപ്പൊ അതിനുള്ളിൽ തന്നെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉള്ളവരും ഇങ്ങനത്തെ കുറെ ചിന്തകൾ, മുത്തശ്ശി കഥകൾ പോലെ വന്ന് അടിച്ചു കയറി ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിന്നെ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ മുസ്ലിം പള്ളികളിൽ വന്നിട്ട് ഇപ്പോ ഖബറിന്റെ അടുത്തൊക്കെ അടക്കം ചെയ്യുന്നിടത്തൊക്കെ വന്നിട്ട് ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്, കാശിടാറുണ്ട്. ഓരോരുത്തർ അവരുടെ ഇഷ്ടം കാശിടട്ടെ, പള്ളിക്കാരെടുക്കട്ടെ, ഉസ്താദന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിരിക്കും അത് എടുക്കുന്നത്. അതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയട്ടെ, ഇവിടെ ഈ ഖബറിന്റെ അടുത്തുകൊണ്ട് കാശിട്ട ഒരു പടച്ചോന് കിട്ടത്തില്ല. അത് അവിടുത്തെ ഉസ്താദിന് കിട്ടും, അല്ലെങ്കിൽ പള്ളിയിൽ വേണ്ട ആവശ്യമില്ല. ഉസ്താദിന് കിട്ടും,
അങ്ങനെ കരുതുക. അവിടുത്തെ ഉസ്താൻ ഒന്ന് കൈ കൊടുക്കുക, അല്ലെങ്കിൽ പള്ളി പരിപാലനത്തിനോ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ അവർക്ക് കിട്ടും. എല്ലാ പള്ളി കമ്മിറ്റിക്കാരും അങ്ങനെ ആണല്ലോ. ചിലടത്ത് ഈ പറയുന്ന പോലെ അവർക്ക് കിട്ടും. ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ ഇടുന്ന കാശ് നേരിട്ട് അള്ളാഹുവിന്റെ എടുത്തിട്ട് പോവല്ല ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വരാം. എന്റെ അടുത്തൊരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞതാ, എന്തോ ഒരു പരീക്ഷയുടെ കാര്യത്തിനോ എന്തോ പള്ളി കൊണ്ടുപോയി ചന്ദനത്തിരി കത്തിച്ചേക്കാം എന്നൊന്ന് പറയാമോ? അപ്പൊ ഞാൻ ഇതെന്ത് പ്രോസസ്സ്? അതല്ല മുസ്ലിങ്ങൾക്ക് അങ്ങനല്ലേ? അതായത് പള്ളി ചന്ദനത്തിരി കത്തിക്കുന്ന ഒരു അങ്ങനൊന്നും അല്ല. കുതിരയുടെ ചാണകം വെച്ചുണ്ടാക്കുന്ന ചന്ദനത്തിരി പള്ളി കൊണ്ട് കത്തിക്കുന്നതിന് അതിനകത്ത് സുഗന്ധമുണ്ട്. ആ സുഗന്ധം പരക്കുമ്പോഴത്തേക്കിനും അവിടെ നമുക്കൊരു പോസിറ്റീവ് ആയി ഒരു മണമല്ലേ, ഗന്ധം. അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. അല്ലാതെ ഈ ചന്ദനത്തിരി കത്തിക്കൽ ഒരു പ്രോസസ് ആണെന്ന് വിചാരിച്ചു പോയ ആളുകളുണ്ട്. ഞാൻ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലുള്ള ആളുകളുടെ കാര്യം തന്നെ പറയുന്നത്. മൊത്തത്തിൽ അങ്ങനെ ഒരു വിശ്വാസം. ഞങ്ങൾ ഇവിടുത്തെ പള്ളി കൊണ്ട് ചന്ദനത്തിരി കത്തിച്ചുകൂടായോ എന്ന് ചോദിച്ചു. ഒരു മുസ്ലിം സഹോദരൻ തന്നെ ചോദിച്ചത് കേട്ടോ. സഹോദരനാണ് സഹോദരിയാണെന്ന് അറിയത്തില്ല. ഞാൻ കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അത് അവരുടെ അവിഞ്ഞ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പരിപാടി ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് എന്തോ ചെയ്യുന്നു. പക്ഷെ ചന്ദനത്തിരി കത്തിക്കുന്ന എന്തിനാന്നുള്ളത്, മണത്തിനാന്നുള്ളതുള്ള മനസ്സിലാക്കാത്ത ഹിറ്റായ ഒരു പടത്തിന്റെ പേര് പറയുന്നില്ല, ഒരു ഫിലിമിന്റെ മേക്കേഴ്സ് നമ്മുടെ കുറച്ച് പരിചയക്കാരാണ്. അവരെന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിങ്ങളുടെ സ്ഥലത്തോട്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂരമല്ലേ, അപ്പൊ അതുകൊണ്ട് അടുത്തുള്ള 1-2 സ്ഥലങ്ങൾ പറഞ്ഞു. അവിടെ ഒന്ന് ചന്ദനത്തിരി കത്തിക്കുക, പിന്നെ അങ്ങനെയുള്ള വേറെ 1-2 സ്ഥലങ്ങളിൽ അവിടുത്തെ വഴിപാടുകൾ കഴിക്കണം, പൈസ എങ്ങിട്ട് തരാം, പിന്നെ എപ്പോഴെങ്കിലും പടമൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ വരാം, തൽക്കാലം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം. അതെ, പക്ഷെ ഈ ഒരു സമാധി കേസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ വിശ്വാസം. കാരണം എന്ത് സാധനം ഓവർ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ മതമല്ല തലക്ക് പിടിച്ചത്, ഈ സമാധി വിശ്വാസങ്ങളാണ്. തീർച്ചയായിട്ടും സമാധി കേസിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സീരിയസ് കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇത് ഒരു അച്ഛൻ മരിക്കുന്നു, ആ മക്കള് ആ അച്ഛനെ കൊണ്ടുപോയി ദഹിപ്പിക്കുകയോ അടക്കുകയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരാൾ മരിച്ചത് ഈ അയലത്തുകാർക്കോ സ്വന്തം കുടുംബത്തിലുള്ളവർക്കോ പോലും അറിയുന്നില്ല. വന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ മരിച്ചു, ഞങ്ങൾ സമാധി ഇരുത്തി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നില്ല. സോറി, അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം. അതല്ല, അച്ഛൻ മരിച്ചു, ഞങ്ങളുടെ അച്ഛൻ മരിച്ചതാണ്, എല്ലാവരും മുന്നിൽ കാണിച്ചു, അദ്ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു, പിന്നീട് കൊണ്ടുപോയി ഇതുപോലെ ഇരുത്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശ്വാസത. നമ്മുടെ നാടെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഭരണഘടനയുള്ള ഒരു നാടാണ്. അവിടെ കൃത്യമായിട്ട് ഒരു മനുഷ്യന് ജനിക്കാനും മരിക്കാനുള്ള അവകാശവും മരിക്കാൻ അവകാശമില്ല കേട്ടോ. മരിക്കുമ്പോൾ അതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഹാജരാക്കേണ്ട കാര്യമുണ്ട്. അവിടെ വേറൊരു കാര്യമുണ്ട്. മോൻ പറഞ്ഞു, ഏതോ ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടർ ചോദിച്ചു, സമാധി സർട്ടിഫിക്കറ്റ് കാണിക്കുമോ? മോനത് കുറച്ചിലായി പോയി. പിന്നെ ചോദിച്ചത് അതല്ല, സത്യം എന്ന് പറഞ്ഞാലേ എനിക്ക് ഇപ്പം പല തവണ ഇങ്ങനെ സംശയം തോന്നിയൊരു കാര്യം, ഈ സമാധി ആയി ശരിയാണ്, അവരുടെ ഭാഷ പറഞ്ഞ സമാധിയായി, മരിച്ചിട്ടില്ല. അപ്പം പ്രാണനുണ്ടോ? ഇല്ല, പോയിട്ടുണ്ട്. അപ്പൊ മരിച്ചു നമ്മുടെ സാധാരണക്കാരുടെ ഭാഷ നമുക്ക് മരിച്ചു എന്ന് പറയും. അപ്പൊ നമുക്ക് സമാധി ഒന്നും തലയിൽ ദഹിക്കൂല. അതുകൊണ്ടാണ് അപ്പൊ ഒരു MBBS കഴിഞ്ഞ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് സമാധിക്ക് ശേഷം, സമാധി എല്ലാവരും കണ്ടാലല്ലേ ഉള്ളു വിശ്വാസത്തിന് പ്രശ്നമൊക്കെ ആവുന്നത്, അതിനുശേഷം വിളിച്ചിട്ട് ഒന്ന് സർട്ടിഫൈ ചെയ്യാമല്ലോ. ജസ്റ്റ് ഒന്ന് പൾസ് പിടിച്ച് നോക്കിയിട്ടൊന്ന് അയാളെ റിപ്പോർട്ട് എഴുതി തരത്തില്ലേ? അപ്പോ അത് ചെയ്യാതെ ഇനി ഇതിനെ ഒരു വലിയൊരു മാർക്കറ്റിംഗ് കണ്ടന്റ് എന്നൊരു സാധനം അവരുടെ മനസ്സിലായിരുന്നു. 5 വർഷം ഇനി വല്ല PR ടീമിനെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം ഒരു സാധാരണക്കാരന്റെ, നമ്മുടെ ദൃശ്യത്തിനകത്ത് പറയുന്ന പോലെ ഒരു സാധാരണക്കാരന്റെ അല്ല അവിടെ ഞാൻ പറയട്ടെ, 5 വർഷം അതായത് 5 വർഷം MBBS പഠിച്ച് അത് കഴിഞ്ഞ് അതിന്റെ PG എടുത്ത് വരുന്നവരൊക്കെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അശുദ്ധമാവും. പക്ഷെ അമ്മയുടെ ഭാഷ പറഞ്ഞ പോറ്റിമോൻ ഇതൊക്കെ അറിയാം, മനസ്സിലായില്ലേ? പോറ്റിമോൻ ഇതൊക്കെ അറിയാം. അല്ല, ഹോമം വേണം. അവിടെ പണി വന്നിട്ടുണ്ട്, ഇവിടെ തുമ്മല് തുടങ്ങി, പറയാൻ സാധിക്കുന്നില്ല. അതെ, പിന്നെ ഇത് കാണുന്നവരില്ലേ ചില ആളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്താണ്, ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇടപെടുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങളൊന്നും ഇല്ല, കോമൺ പീപ്പിൾ, അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ പെടുന്നതാണ് ഞാനും അൽത്താഫും ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ചില നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പർട്ടിക്കുലർ വിഷയം സംസാരിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ദയവേത് കമന്റ് ഞങ്ങൾ സംസാരിക്കാം. അല്ല, നമുക്കറിയാവുന്ന നമ്മുടെ ഭരണഘടനയുമായി നമ്മൾ വിശ്വാസം ഇല്ലാത്തവരൊന്നോ അല്ലെങ്കിൽ വിശ്വാസികളെ ബഹുമാനിക്കാത്തവരൊന്നും അല്ല. പക്ഷെ വിശ്വാസികൾക്കകത്ത് പോലും, അതായത് പല സംഘടന, ഉദാഹരണം പറയാം, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഹിന്ദു സംഘടനകളാണ്, ഒരുപാട് സംഘടനകളുണ്ട്. പല സംഘടനകൾ പോലും ഈ വിഷയത്തിൽ ആദ്യം വന്നില്ല. എന്താ അവർക്ക് ബോധമുണ്ട്. അവർ പിന്നീട് വന്നപ്പോഴാണ് ഈ മരണം സ്വാഭാവികമാണെന്നൊരു വാർത്ത വന്നതിന് ശേഷമാണ് അന്ന് എങ്കിൽ പോലും വലിയ വലിയ സംഘടനകൾ ഇതിനകത്ത് വന്നില്ല. കാരണം അവർക്ക് ലോജിക്കുണ്ട്, ബുദ്ധിയുണ്ട്. അവർക്കറിയാം ഈ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ അറിയാം മണ്ടത്തരമാണ്. ഒരു സംഘടന ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം തലമുണ്ടയുള്ളവരായിരിക്കും, അല്ലെ ബോധം വിവരമുള്ളവരായിരിക്കും. എല്ലാ സംഘടനകളും നമ്മൾ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങൾ നടക്കുന്ന എത്ര സംഘടനകളാണ് വരുന്നത്. അതായത് ഒന്നും വേണ്ട, ബോബി ചമ്മണ്ണൂർ നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ഇവരൊക്കെ വായിന്ന് വന്നപ്പോ അയാൾ അകത്തായി.
അകത്തായി. പക്ഷെ എന്നിട്ട് പോലും അങ്ങേരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സംഘടന വന്നല്ലോ. അതിന്റെ ഒരു പകുതിയുടെ പകുതി സംഘടനകൾ പോലും ഇല്ലെങ്കിൽ ഒരു 5 പേര് കൂടുതലുള്ള സംഘടന പോലും ഇവിടെ വന്നില്ല. അകപ്പാട് 2 പേരെ കണ്ടാണ് സംഘടനയിൽ അവിടെ വന്ന് നിന്നത്. പിന്നീട് കുറച്ച് സ്വയം പ്രഖ്യാപിത സ്വാമിമാരൊക്കെ ഇത് വന്നു, മഹാസമിതി രണ്ടാമത് കൊണ്ടുവന്ന. അല്ല, വേറെ കാര്യം ആദ്യം ഞാൻ പറയട്ടെ, ഈ വിഷയം വരുന്ന സമയത്ത് ആര് സപ്പോർട്ട് ചെയ്യാൻ വന്നവരെ? ഞാൻ പറഞ്ഞു, എന്തോ ഒരു PR ഏജൻസിയുടെ കളി പോലെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഒരു ഡോക്ടറെ വിളിച്ച് സർട്ടിഫൈ ആയിരുന്ന കാര്യം, അതായത് മരണത്തിന് ശേഷം, മരണോർ സമാധി വോട്ടവർ, അതിന് ശേഷം ചെയ്യാമായിരുന്നു. ഇവര് പറയുന്ന പോലെ ആ ഒരു എന്താ പറയുക, കാണാൻ പാടില്ലത്, സമാധി സമയം കാണരുതെന്നല്ലേ ഉള്ളൂ. അല്ല, സമാധി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിട്ട് ഭസ്മം ഇട്ട് മൂടി അടച്ചതിന് ശേഷം കാണാൻ പാടില്ല. അങ്ങനെയാണല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് തെർമൽ സ്കാനർ വെച്ച് സ്കാൻ ചെയ്യണമെന്നൊക്കെ മോനൊരു പറച്ചിൽ പറഞ്ഞു. എന്താണ് മരിച്ച ആരോ ഓതി കൊടുത്ത സാധനം, ഒന്നെങ്കിൽ ഗൂഗിളിൽ നോക്കള ബോധം കാണത്തില്ല, ആരോ പറഞ്ഞു കൊടുത്ത സ്കാനർ കൊണ്ട്. അതിനകത്ത് ഉണ്ടെന്നുള്ളതിൽ ആർക്കും സംശയക്കുറവൊന്നുമില്ല. അതിനകത്ത് സ്വാമി അതിനകത്ത് ഉണ്ടെന്നുള്ളതിൽ സംശയക്കുറവൊന്നുമില്ല. ഈ സ്വാമി എങ്ങനെ പോയി എന്നുള്ളതിനാണ്. മരിച്ചു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ അങ്ങ് താഴോട്ട് പോകുന്നതാണ്. അപ്പൊ അതിനകത്ത് എന്ത് തെർമൽ സ്കാനർ എന്ന് പറയുന്നത്? അല്ലേ, മറ്റേ സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കാണിക്കുന്ന ഇടയിൽ ബോഡി ടെമ്പറേച്ചർ. പലർക്കും തോന്നുന്നു നമ്മള് കളിയാക്കി സാധാരണ മനുഷ്യരായിട്ടുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നമ്മളൊരു കാര്യം ചിന്തിക്കണം. ബ്ലോക്ക് ഉള്ള സാധാരണ മനുഷ്യരുടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉടനെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ആൻജിയോപ്ലാസ്റ്റിയോ കാര്യങ്ങളോ ചെയ്തത് മാറ്റാൻ നോക്കും. ഈ പറയുന്ന സ്വാമിക്ക് എനിക്ക് തോന്നുന്നു 70 വയസ്സോ അങ്ങണ്ടല്ലേ തോന്നുന്നു. എത്രങ്കിലും ആയിക്കോട്ടെ, ഒരു മക്കളെന്ന രീതിയിൽ ശരീരം കുഴഞ്ഞു വരികയോ ബുദ്ധിമുട്ടോ വരുന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ, അറ്റാക്കിന്റെ ലക്ഷണങ്ങളോ, അറ്റാക്ക് ആണെങ്കിൽ പോലും ഈ വന്ന കാലത്ത് എത്ര പേർക്ക് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്? 99.9% ആളുകൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. ഞാൻ അതാ ചോദിക്കുന്നത്. ഒരു മനുഷ്യന് മരിക്കുന്നതോ കൊല്ലുന്നതോ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് മരിക്കാതിരിക്കാൻ അദ്ദേഹത്തെ നിയമസഹായം അല്ലല്ലോ, വൈദ്യസഹായം കൊടുക്കാതിരിക്കുന്നത്, അത് വലിയ തെറ്റാ. അതിവിടെ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. ഇതിപ്പോ അവസാന റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അറ്റാക്ക് വന്നതായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. എങ്കിൽ പോലും ഒരു നിമിഷം മുന്നേ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. അപ്പൊ അവിടെ സമാധിത്തരം ഉണ്ടാവത്തില്ല. ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാതെ ഒരു മനുഷ്യനിപ്പം അയാൾക്ക് സമാധി ആവണമെന്നോ, അല്ലെങ്കിൽ ഇപ്പം മരിക്കുക, എന്റെ ഭാഷ ഞാൻ മരിക്കുന്നതെന്ന് പറയാം, മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, അയാൾ എന്തുകൊണ്ട് ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ ഗുളിക കഴിക്കുകയും ഇൻസുലിൻ എടുക്കുകയൊക്കെ ചെയ്തു? അതോ ഈ സ്വർഗത്തിൽ പോകുമ്പോഴത്തെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്? എനിക്ക് തോന്നുന്നു ഇത് വീട്ടിനകത്ത് വെച്ച് സംഭവിച്ചിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയതാണെന്ന് പറയുന്നതിൽ എന്റെ തോന്നൽ മാത്രമാണേ. അതിൽ കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇദ്ദേഹം നടന്നു കണ്ടിട്ടില്ല. മാത്രമല്ല, ഷുഗർ വന്ന് കാല് മുറിവുള്ള ആളായിരുന്നു. ആ മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ട് അവിടെ നടന്നു പോയിരുന്നു എന്ന് പറയുന്നതിൽ കുഴപ്പമുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്. നമുക്ക് അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഉപ്പുമാരും പറയുന്നത് കേൾക്കാം, വീട്ടിൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് മരിക്കണം, ആർക്ക് ശല്യം ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പുറത്ത് പറയത്തില്ല. എന്നിട്ട് ഇവർ പറയും, എന്റെ മരണം ഇന്ന സമയത്താണ് ഇപ്പൊ മരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും, ചോദിക്കത്തില്ല. അതുപോലെ തന്നെ ആയിരിക്കും സമാധി. ഈ അച്ഛൻ പറയുന്നുണ്ടായിരിക്കും, ഞാൻ ഇന്ന സമയത്ത് സമാധിയാവും. ഇത് മക്കൾ കേട്ടോണ്ടിരിക്കും. മാത്രമല്ല, സമാധി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ചെറിയ ഒരു ആരാധനയെല്ലാം പോലെ ഉണ്ട്. അവിടേക്ക് വരാൻ പോകുന്ന ആളുകളുടെ ഒരു കൂട്ടം, അത് ഇവർക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ബിസിനസ് കുറവായിരിക്കും. അപ്പൊ അതിലേക്ക് വരികയാണ്. അപ്പൊ അത് നമ്മൾ ഈ റിപ്പോർട്ട്സ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്, ഈ അമ്പലം കുറച്ച് നാളുകളായിട്ട് ആളുകളൊന്നും വരാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. പൂജകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ ആളുകളുടെ ഇല്ല എന്ന് പലതവണ പറയുന്നുണ്ട്, നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ആളുകളെ ആകർഷിക്കാൻ, നമ്മളിപ്പോ ഈച്ചയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തേനമൊക്കെ പുരട്ടി വയ്ക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഒരു വശത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ഇപ്പോ കുറച്ച് ആളുകള് ഈ പറയുന്ന എന്തൊക്കെയോ തലക്കി പിടിച്ച ആളുകൾ ഇനിയിപ്പോ അങ്ങോട്ട് പോകും. ഉറപ്പായിട്ടും ഷുഗറിനും പ്രഷറിനും ഉള്ള എന്താ പറയുന്ന പൂജകൾ വരെ ഇനിയിപ്പോ അവിടെ നടക്കും. ഇതൊക്കെ വന്നിരുന്ന ഒരു മനുഷ്യനാണ്, അറ്റാക്ക് വരെ വന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ സമാധി ആയിരിക്കുന്നത്. മരിച്ചതിന് ശേഷം ഭയങ്കര ദിവ്യനായി മാറുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ആയി. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി നമുക്കൊരു 10 വർഷത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിച്ചു, 10 വർഷത്തിനപ്പുറത്തേക്ക് ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി തിരുവടികൾ എന്നല്ലാതെ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പോലും നമുക്ക് അദ്ദേഹത്തെ അഭിസംബോധന പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ നമുക്ക് അന്നടി കിട്ടും. ആ രീതിയിലേക്ക് വളരെ നിങ്ങൾ എഴുതി വെച്ചോ. 10 കൊല്ലത്തിനപ്പുറത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഒരു ഇതുണ്ടാക്കി നിർത്തിയേക്കുന്നതല്ലാതെ അവിടെ ഇങ്ങനെ ഒരു വാക്ക് പോലും നമുക്ക് ഇന്ന് പണ്ട് ഇങ്ങനെ അവിടെ കൊണ്ട് ഇരുത്തിയാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അടി കിട്ടും. ആളുകൾ അത്രയ്ക്ക് സപ്പോർട്ടാവും. ആളുകൾ നല്ല ഒരു വിഭാഗം ആളുകൾ സപ്പോർട്ടാവും. അപ്പോഴും നമ്മളൊരു വിശ്വാസത്തെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. അങ്ങനെ എതിർക്കാൻ പറ്റുന്ന എല്ലാ വിശ്വാസത്തിലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവിടെ പ്രശ്നം കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കേണ്ടത് ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തെയാണ്. അവിടെ കൃത്യമായിട്ട് ഇതുമായിട്ട് ബോധമുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. ഇതേപോലത്തെ സന്യാസ ജീവിതം നയിക്കുന്ന വർഷങ്ങളായിട്ട് ബ്രഹ്മചര്യം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നും പലരും നമുക്ക് മനസ്സിലായത് ഈ പറയുന്ന സമാധി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അവർ ചിന്തിച്ച് അവർക്ക് അറിയാവുന്ന അവർക്ക് പകർന്നു കിട്ടിയ അറിവുകൾ അവർ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
കൃത്യമായിട്ട് ആ ആളിന് അവരുടെ ശരീരത്തിന് ഗന്ധമൊന്നും ഉണ്ടായിരിക്കത്തില്ല. മാത്രമല്ല ഒരു വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു കുഞ്ഞിന് പോലും, ഒരു ചെറിയ ആൾക്ക് പോലും എടുത്ത് പൊക്കാൻ പറ്റുന്ന ശരീരത്തിന് വെയിറ്റ് കുറയും. അതേപോലെ തന്നെ ഈ പറയുന്ന പോയിട്ട് ഒരു ഗന്ധവും ശരീരത്തിന് ഉണ്ടായിരിക്കത്തില്ല. ഇങ്ങനത്തെ പ്രോസസ്സുകളൊക്കെയാണ് ഇതിന്റെ ഒരു അടയാളം. ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇതൊന്നും ഇല്ല. അത് നമുക്കറിയാം, ഈ പറയുന്ന സമാധി അല്ല എന്നുള്ളത് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സന്യാസിമാരിൽ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതെ, അദ്ദേഹത്തിനും സമാധി അതിന് ശേഷം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ഡോക്ടർ ഒന്ന് സർട്ടിഫൈ ചെയ്തു, മരണം സർട്ടിഫൈ ചെയ്തതിനു ശേഷം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അകത്ത് എന്ത് പ്രിവിലേജ് ആണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി തിരുവടികൾക്കുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അതെ. അപ്പം ഈ ബ്രിട്ടീഷുകാരും ഹിറ്റ്ലറും ഒക്കെ ചേരുന്ന ഒരു രീതിയുണ്ട്, ധ്രുവീകരണം എന്ന് പറയുന്ന ഒരു സാധനം. അതിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഈ സദാനന്ദൻ പലതവണ ശ്രമിച്ചതും. എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടായിരിക്കാം മേ ബി. പക്ഷെ ആ ബോധം എന്ന് പറയുന്ന സാധനം, ബോധമല്ല, വിവരം എന്ന് പറയുന്ന സാധനം അവർക്ക് 7 അയലത്തൂടെ പോയിട്ടില്ല. അവരുടെ വർത്താനത്തിൽ ഒരാൾ മണ്ടത്തരം പറയുകയാണെങ്കിൽ പിന്നെയും മണ്ടത്തരം പറയുമ്പോൾ ചമ്മൽ തോന്നത്തില്ലേ? ഒരു ചമ്മലില്ലാതെ മണ്ടത്തരം പറയുന്നത്. അത് നമ്മുടെ ദൃശ്യത്തിനകത്ത് വീണ്ടും ദൃശ്യത്തിലേക്ക് വരാണ്. ജോർജ് കുട്ടി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് വൈഫിനെയും മക്കളെ. നമ്മൾ തൊടുപുഴ ധ്യാനത്തിന് പോയതാണ്, ഇനി യാതൊരു മാറ്റവും ഇല്ല. ഇത് അതുപോലെ തന്നെ തൊടുപുഴ ധ്യാനം തന്നെയാണ്. വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ സത്യം പുറത്തു വന്നേ. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടിട്ട്, കുട്ടികൾ ചിലപ്പോൾ മേ ബി. അതേപോലെ നീ അമ്മയുടെ അവസ്ഥ ഇനി പറയാൻ പോകുന്ന അമ്മയും സമാധിയാവും ഇല്ലെന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ അമ്മയെ അവരെങ്ങനെ പറഞ്ഞായിരുന്നു അമ്മയെ സമാധിയാവുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്? അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞായിട്ട് ഇനിയിപ്പോ അമ്മയെ സമാധിയാക്കിയിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി മാർക്കറ്റ് ആയല്ലോ. ഇപ്പം 2 സമാധിയൊക്കെ ഒരു വീട്ടിൽ താങ്ങും. പിന്നീട് മഹാസമാധി എന്ന് പറഞ്ഞിട്ട് ഘോഷയാത്ര ഉണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക് കസേരയില്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നത്, അതായത് സദാനന്ദം പറഞ്ഞ ഒരു സങ്കടം, ഇരുന്ന അച്ഛനെ എന്തോ ഒരു ഗോപൻ സ്വാമിയുടെ മോൻ. അപ്പം ഈ മോൻ പറഞ്ഞൊരു സംഭവം, ആ സനന്ദൻ ആയിരിക്കാം, തിരുത്തി വായിക്കാം. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ സങ്കടം, നല്ല സമയമാണ്. ഈ പത്മാസനത്തിൽ ഇരുന്ന ഈ ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കാല് നൂത്തുന്നു. എന്തിവിടെ അങ്ങനെ വെച്ചിട്ട് ബേക്കറി അത് ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെയല്ല, അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. തൽക്കാലം യൂട്യൂബിലൊക്കെ നോക്കാൻ പറയും. ഇരുത്തിക്കൊണ്ടൊരാളെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ശരിയാവുന്നത്? കാല് പിടിച്ച് നൂത്തുന്നു, കാലേ വാരി അടുത്തടിക്കാണ് വേണ്ടത്. ചിരിച്ചു പോകും. കാര്യം എന്ന് പറഞ്ഞാലേ, ഒരു മനുഷ്യൻ, പ്രായമായ ഒരു മനുഷ്യൻ വീട്ടിൽ കിടന്ന് മക്കളെയൊക്കെ കണ്ട് വെള്ളം കുടിച്ച് മരിച്ചു പോകേണ്ട ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തി, അതിനുശേഷം ആ ശരീരം പുറത്തിട്ട് വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉണ്ടാക്കി മക്കള് ചെയ്ത് കൊടുത്ത ഇങ്ങനത്തെ മക്കള്. ആ മക്കള് പറയുന്ന കേട്ട് അച്ഛന്റെ ഈ തലവെട്ടമാണ് നമുക്ക് ഇതിന് ഐശ്വര്യം. സത്യം പറഞ്ഞാൽ അച്ഛൻ ഈ മക്കളുടെ തലവെട്ടം എന്ന് കണ്ടോ അന്ന് തീർന്ന അച്ഛന്റെ ഭാവി. ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കി. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു വയ്യാഴ്ച കാണിക്കുന്നു, അപ്പൊ നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ആള് മരിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്വാഭാവിക മരണം എന്നുള്ള റിപ്പോർട്ടും കിട്ടും, മാന്യമായിട്ട് അടക്കുകയും ചെയ്യാം. അതിന് സമാധി പേര് വിടാം, അതിന് വേണമെങ്കിൽ സമാധാനം വരില്ല. പക്ഷെ സമാധാനം പേരിട്ടാ നാട്ടുകാർ അറിയുമല്ലോ എന്നുള്ളൊരു അല്ല. ഇന്നത്തെ കാലത്ത് ഇത് വിശ്വസിച്ച് അവിടെ ചെല്ലാൻ നിൽക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ മരിച്ചാലും സമാധി എന്ന് പറഞ്ഞ ഇത്രയും ഒന്നും പ്രശ്നം ഉണ്ടാവും. കാര്യം ഇപ്പൊ ഹിന്ദു മതത്തിലുള്ളവരെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഹിന്ദു വിശ്വാസികളും ഇങ്ങനെ അല്ല, ഒരുപാട് ബോധമുള്ളവരാണ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നല്ല ബോധമുണ്ട്. ഇല്ലെങ്കിൽ തന്നെ അവിടെ എന്തുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഹിന്ദു സമൂഹം താമസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതമാണുള്ളത് അല്ലേ? അങ്ങനെ വിശ്വാസം. പക്ഷെ അവിടെ നമ്മൾ എത്ര പേര് ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്നു? ഹിന്ദു എന്ന് പറയുന്നത് വെറുതെ എല്ലാവർക്കും ഒരു സംസ്കാരമാണ്. ചുമ്മാതെ വന്ന് എല്ലാവർക്കും അങ്ങ് ഇങ്ങനെ കുറെ ഡയലോഗ് അടിച്ച് അങ്ങ് വീഴ്ത്താൻ പറ്റുന്ന സാധനമല്ല. എന്നിട്ട് പറഞ്ഞു കേട്ടില്ലയോ, ഹിന്ദു ഉണരണം. എന്തുകൊണ്ടെന്നിട്ട് ബാക്കി ഹിന്ദുക്കൾ ഉണർന്നില്ല? അവർക്ക് ബോധമുണ്ട്, അവർക്ക് പക്വതയുണ്ട്. കമന്റുകളിൽ നിന്ന് നമുക്കറിയാം. നമ്മുടെ പോലും വില കളയല്ലേ സഹോദര എന്ന് പലരും കമന്റ് ഇട്ടേക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഗോവങ്കച്ചാട്ടൻ ഉണ്ടല്ലോ ഇപ്പത്തെ സ്വാമി, പുള്ളിക്കാരൻ എല്ലാവരുമായിട്ടും നല്ല അടുപ്പമുള്ള ഒരു മനുഷ്യനാണെന്നാണ്. അതെ. പക്ഷെ 2 കേസും ഉണ്ടായിരുന്നു. എന്തുവാ അപ്പം മോൻ എന്തായാലും ഒറ്റ ഇതിലേക്ക് തൊഴിലാളിയായിരുന്നു അദ്ദേഹം. അത് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് ഒരാൾ അവിടെ പൂജയൊക്കെ ചെയ്ത് ആലോചിക്കുന്നു, ഇതിനകത്തിടാൻ വേണ്ടിട്ട് അച്ഛന്റെ പെടലിയോളം ഭസ്മം വേണം. ചാക്ക് കണക്കായിരിക്കും ഭസ്മം കൊണ്ടുവന്നത്. അതെ, എന്തൊക്കെ പിന്നെ പീഡോ അതിനൊക്കെ ഓൺലൈൻ അതൊക്കെ വരുത്തിയാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുത്തിയാണ്. അണ്ണൻ മറ്റേ ഇവിടെ മയിലാടിക്കുന്നിലെ. അതായത് മാസങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു ഇതെന്ന് വേണം പറയാൻ. കൃത്യമായി പറഞ്ഞാൽ മാസങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. കൊലയാണോ സ്വാഭാവികമാണോ, സ്വാഭാവിക മരണം എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറഞ്ഞ പോലെ സ്വാഭാവിക മരണം എന്ന് പറയുമ്പോൾ റൂമിനകത്ത് കിടന്ന് മരിച്ചാലും സ്വാഭാവിക മരണമാണ്. പിന്നീട് ഒരു സമാധിയാക്കി മാറ്റാന്നുള്ള പ്ലാനിങ് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി. സ്വാഭാവിക മരണം ആക്കാലോ. അതായത് അച്ഛന് വെള്ളവും
കൃത്യമായ സമയത്ത് ചികിത്സയും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, കൊടുത്തില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അങ്ങനെ ആയിരുന്നാൽ ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഒരു മനുഷ്യന് കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കുന്നില്ല, എന്താ സംഭവിക്കുന്നത്? ആള് കാഞ്ഞു പോകും, എന്നിട്ട് സ്വഭാവം വരണമെന്ന് പറയും. എന്നിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയാൽ മതിയല്ലോ. മരിച്ച ഉടനെ തന്നെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ശരീരത്തിന് വളവ് പ്രശ്നം വരത്തില്ല. അതിനകത്ത് പലരും അത് തുറന്ന ആള് പറയുന്നുണ്ട്, കൃത്യമായിട്ട് ആലോചിച്ച് നോക്കണം, കൃത്യമായിട്ട് കാല് കെട്ടിയ രീതിയിൽ ഇങ്ങനെ പത്മാസനത്തിലായിരുന്നു. ഇത് സമാധി അല്ല എന്നുള്ളത് സമാധിയാണല്ലേ? പത്മാസനത്തിൽ മരിച്ച സമയത്ത് തന്നെ കൊണ്ട് ഇരുത്തുകയാണെങ്കിൽ കൃത്യമായിട്ടിരിക്കാം. അതല്ലാതെ അവിടെ ഇരുന്ന് മരിക്കുന്ന ഒരാൾ മരണപ്രാണത്തിൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അല്ല, പുള്ളി ദിവ്യനായിരുന്നു. ദിവ്യനായിട്ടാണ് ഗുളിക കഴിച്ചത്. അല്ല, വേറെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തെ ഉടനെ വസ്ത്രം കൊണ്ടു മൂടില്ല, പിന്നെ അങ്ങനെ അനങ്ങോടെ. അല്ല, ആ സമയത്ത് അനങ്ങിയിട്ടില്ലെന്ന്. അത് എനിക്ക് തോന്നുന്ന എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, പുള്ളി എവിടെ ഇരുന്ന് മരിച്ചില്ല, അവിടെ പോയിരുന്നിട്ട്. ഞാൻ ചോദിക്കുന്ന, ഒരു മരണസമയത്ത് അദ്ദേഹത്തിന് അനക്കങ്ങൾ ഉണ്ടാവും. ബോഡി ഫ്രീസ് ആവുന്നതിന് മുമ്പായിട്ട് കാല് മടക്കി വെക്കാം. അത് സ്വന്തമായിട്ട് പറ്റുന്ന ഈ ഒരു വിഷയം നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് പലരും ചോദിക്കുമ്പോഴാണ് കമന്റിൽ, ഈ വിഷയം കഴിഞ്ഞ് നിങ്ങൾക്ക് വിടാറായില്ലെന്ന് സമൂഹം ചർച്ച ചെയ്യണം, തീരുമാനത്തിൽ എത്തണമല്ലോ. അതെ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇനിയിപ്പോ മെഡിക്കൽ കോളേജ് അടക്കം വരും ഇദ്ദേഹത്തിന്റെ പേരിൽ, വന്നോട്ടെ. പിന്നെ അവിടെ വലിയ പൊങ്കാലകൾ ഉണ്ടാവും, പിന്നെ വലിയ ഉത്സവങ്ങൾ ഉണ്ടാവും. ഉത്സവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പൊ എല്ലാവരും നമ്മൾ ഇപ്പൊ ഇവരെ ഒരു മതവിഭാഗത്തെ കുറ്റം പറയും. ഉത്സവത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ ഇത് കണ്ടേ, ഒരു നോട്ടീസ്, അത് ഓർമ്മിപ്പിച്ച കാര്യം. നോട്ടീസിനകത്ത് ചന്ദനക്കുട മഹോത്സവം ഒരു മുസ്ലിം പള്ളിയിലാണ്. അടിയിൽ ഗാനമേള. ഈ ഉസ്താദന്മാരെല്ലാം കൂടെ പറഞ്ഞല്ലേ, ഗാനമേള കാണരുത്, കേൾക്കരുത്, തുള്ളരുത് എന്നൊക്കെ. എന്നിട്ട് പറയാൻ ഉസ്താദന്മാര് പണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുക്കരുത്, മനുഷ്യന്റെ ഫോട്ടോ ഒന്നും വീട്ടിൽ വെക്കാനേ പാടില്ല. വെച്ച അവൻ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം, ജീവനുള്ള ഒരു വസ്തുവിന്റെ ഫോട്ടോ പോലും വീട്ടിൽ വെക്കാൻ പാടില്ല. പിന്നെ ഉസ്താദന്മാര് റിപ്ലൈ ചെയ്യണം. അറിവില്ലായ്മ കൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. അതുപോലെ വീഡിയോ, ഞങ്ങളുടെ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ക്യാമറ, കല്യാണത്തിനൊക്കെ വീഡിയോ ക്യാമറ. ഇപ്പൊ ഏറ്റവും ആദ്യം ഉസ്താദന്മാർ ഒന്ന് ചരിഞ്ഞ് നൂന്നും ഒക്കെ നിന്ന് കൊടുക്കും. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. പിള്ളേരുടെ അടുത്തെല്ലാം പറയാറുണ്ട്, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇതൊക്കെ ഹലാലായി എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റുന്നു. അപ്പൊ ഹാർഡ് കോർ വിശ്വാസികൾ എന്നിട്ട് പറയും, അത് കുറെ ആളുകൾ അങ്ങനെ കാണിക്കുന്നതാണ്, പിന്നെ മതത്തിനെ ഒരിക്കലും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അഭിപ്രായം എന്നാണ്. അഭിപ്രായത്തിന് മാറ്റം വരണം തീർച്ചയായിട്ടും. അല്ല, ഇതുകൊണ്ടൊന്നും വിമർശിക്കുന്നില്ല. ഇപ്പൊ ഗാനമേള പ്രശ്നമാണ്, എന്തുകൊണ്ട് അത് എടുത്തു പറയാൻ? ഞാൻ വ്യക്തമായിട്ടൊരു മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ അതിനടിയിൽ എഴുതി വെച്ചേക്കാണ്, വൈകിട്ട് 7 മണി തൊട്ട് ഗാനമേള. ഇപ്പം കുറച്ച് ഗുണാണ്ടന്മാർ ചിലപ്പോ വന്നേക്കും, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, പിന്നെ 6000 ഇടയിടണം. അല്ലെ, ഈ രണ്ടഭിപ്രായം പറഞ്ഞാൽ നമ്മൾ എവിടെ ഏതിൽ നിൽക്കണം? വിശ്വാസികളായിട്ടുള്ള ആളുകളെ, വിശ്വസിക്കുന്ന ആളുകൾ ഏതിൽ നിൽക്കണം? ഒരു ജുമാ പള്ളിയിൽ, ഒരു മുസ്ലിം പള്ളിയിൽ അടിയിൽ ഗാനമേള എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവര് പോയി, നിങ്ങൾ രഹസ്യമായിട്ട് റൂമിൽ വെച്ച് നടത്തിയ പരിപാടിക്കകത്താണ് ഞങ്ങൾക്ക് ചോദിക്കാൻ അധികാരം. പരസ്യമായിട്ടൊരു പോസ്റ്റർ എനിക്കും ഇവനും എല്ലാവർക്കും ചോദിക്കാനുള്ള അധികാരം. പോസ്റ്റർ ആണ് ഞാൻ ഇവിടെ വെക്കാൻ കേട്ടോ. അതിൽ ചോദിച്ച വേണ്ട, ഇവിടെ വെക്കണ്ട, ഞാൻ ചോദിച്ചയച്ചു പേഴ്സണലി. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പബ്ലിസിറ്റി ആവും, അത് ഞാനായിട്ട് കൊടുക്കുന്നില്ല. അതല്ല, ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ കാര്യം പബ്ലിക്കായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ കോമൺ പീപ്പിളിന് പബ്ലിക്കിന് ചോദിക്കാനുള്ള അധികാരം. ഏത് മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ. അപ്പൊ ഇത് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഇപ്പം ഒരു വിഭാഗം കൂടെ പറയണം. മറ്റേ തുള്ളലുമായിട്ട് വരും, അസുഖം തീരുന്ന പറയുന്ന ഒരു ടീമുണ്ട്. എന്തായാലും മതം പറഞ്ഞു, ഹിന്ദു മതത്തെയും മുസ്ലിം മതത്തെയും മതത്തിൽ പോലും കേട്ടുന്നില്ല. ഇല്ല, ഉറപ്പാണോ? മതത്തിൽ പോലും ആ വിഭാഗം, അതായത് അതിന് വിശ്വസിക്കുന്നവരുണ്ട്. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് തന്നെ തുള്ളൽ. ഇത് ഉടായിപ്പോ വിശ്വസിക്കരുത്. കാലുവേദനയായിട്ട് വരുന്നു, കാല് തളർന്നതായിട്ട് വരുന്നു, ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് മാറുന്നു. നമ്മൾ മതത്തെ മൊത്തത്തിൽ വിമർശിക്കാനല്ല, അന്ധതയെ വിമർശിക്കാമെന്നതാണ്. മതാന്ധത എന്ന് മാത്രമല്ല, എന്ത് കാര്യത്തിലും അന്ധവിശ്വാസം. മതത്തിൽ മാത്രമല്ല വിശ്വാസം, എന്ത് കാര്യത്തിലും അന്ധവിശ്വാസം. ഇപ്പം ചില ചികിത്സാ രീതികളെ കുറിച്ച് പ്ലസിബോ എഫക്ട് എന്ന് പറയും. അതായത് ഇന്ന സാധനം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ആകും എന്നൊരാൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങനെ ആകും. അപ്പൊ പാരസെറ്റമോൾ കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് ഒരാൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ മതത്തിൽ അന്ധതയുള്ളതുകൊണ്ടല്ലേ തീവ്രമായ വിശ്വാസികൾക്ക് വേറെ പേര് പറയും, തീവ്രമായ വാദമുള്ളവർ. പ്രശ്നമാകും. അതെ, അങ്ങനെയുള്ളവർ എന്തുകൊണ്ടാ ആലോചിച്ച് നോക്കി. അവരുണ്ടാവുന്ന എങ്ങനെയാ? എന്തായാലും അവര് മതവിശ്വാസികളാണെന്ന് പറയുന്നത്, പക്ഷെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പ്രശ്നമാവെന്ന് പറഞ്ഞാൽ AI ഡിറ്റക്ട് ചെയ്തിട്ട് അത് ചിലപ്പം. അതെ, അതുകൊണ്ടാണ് അവര് മനുഷ്യനെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ട്? അപ്പൊ അവര് വിശ്വാസികളല്ലേ? അവരിലേക്കും കുറെ കാര്യങ്ങൾ ഇതുപോലെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഗോപൻ സ്വാമിയുടെ സമാധി പോലെ കുറച്ച് ആളുകളെയൊക്കെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ പൊതുജനങ്ങളുടെ അല്ല, ഈ പറയുന്ന ഭാര്യയുടെയും മക്കളുടെയും മരുമകളുടെ ഒക്കെ തലയിലേക്ക് ഏതോ ഒരു നിമിഷത്തിൽ ആരൊക്കെയോ അല്ലെങ്കിൽ അവരവർ തന്നെയോ ഓവറായിട്ട് കുത്തി വെച്ച ഒരു സാധനം വെച്ചിട്ടാണ് ഇവർ ഇത്രയും വലിയ വിഡ്ഢിത്തം ഈ ഇത്രയും ചാനലുകൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നത്. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ തീവ്രമായിട്ട് വാദിക്കുന്ന ആളുകൾ, അവരുടെ തലയിലേക്ക് ഒരു പർട്ടിക്കുലർ സാധനം അടിച്ചേൽപ്പിക്കുക. അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വിഭാഗം ആയുധം എടുത്തു, ഒരു വിഭാഗം മതം എടുത്തു, അത്രേ ഉള്ളൂ.
വ്യത്യാസം ഇതുകൊണ്ടൊന്നും ഈ പറയുന്നോട്ട് ഒരു നിങ്ങൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മതത്തിന്റെ മേലിൽ മറ്റൊരാളെ തീർക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടത്തില്ല. നല്ല രീതിയിൽ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മതത്തെയല്ലേ, നമുക്കറിയത്തില്ല. മതത്തെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്ക്, ഏത് രാഷ്ട്രീയ 99% രാഷ്ട്രീയ പാർട്ടികൾ മതം എന്ന് പറയുന്ന സാധനം ഒരു ചില പാർട്ടിക്കാര് പബ്ലിക്കായിട്ട് മതം പറയുന്നു, അത് ഉദാഹരണത്തിന് നമുക്ക് ഇന്ന മതവിഭാഗം കൂടുതലുള്ളിടത്ത് ആ സ്ഥാനാർത്ഥി നിർത്തും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൂടെ അവിടെ എന്താ സംഭവിക്കും. വേറൊരു കാര്യമുണ്ട്, ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്, ജനങ്ങളുടെ എന്താ പറയാ, അവരുടെ മനസ്സിലുള്ള ഒരു ഭിന്നിപ്പിനെ ചൂഷണം ചെയ്യുക പാർട്ടിക്കാര്. പക്ഷെ അവിടെ ഈ ഒരു ചിന്ത മനസ്സിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയപ്പോ വരുന്നൊരു തലമുറ മാറണം. ഇനി വരുന്ന തലമുറ മാറണമെങ്കിൽ സത്യം പറഞ്ഞ ഈ ഗോവിന്ദ സ്വാമിയുടെ സമാധി കേസുകളിൽ ആദ്യത്തെ ദിവസമല്ല, രണ്ടാമത്തെ ദിവസം മുതൽ ഇങ്ങോട്ട് കണ്ട പല പ്രസ്താവനകളും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. കാരണം ഇനി വരുന്ന തലമുറ ഇതിനപ്പുറമായി മാറുമോ. പക്ഷെ അതിൽ മാധ്യമങ്ങൾ സ്വീകരിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. അത് പല മാധ്യമങ്ങളും ഈ വിഷയങ്ങളെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രീണിപ്പിച്ച് നിർത്താൻ നോക്കുന്നിടത്ത് ഇവിടെ പക്ഷെ എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യമുണ്ട്. അവിടെ ഈ മുസ്ലിം പരാമർശം വന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തനം ശക്തമായിട്ട് ചോദിച്ചു, മാതൃഭൂമിയുടെ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പുള്ളിയാണ് എടുത്ത് ചോദിച്ചത്. റിപ്പോർട്ടറല്ല. ഈവൻ ഇപ്പം ഒരു വിഭാഗത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അവകാശപ്പെടുന്ന ജനം പോലും ഇതിനെ അധികം പ്രൊമോട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ പറയട്ടെ, ഇപ്പൊ എന്തുവാ, ഇപ്പൊ BJP പാർട്ടി ആണെങ്കിലും പോലും അവര് ഹിന്ദു മതത്തെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു പറച്ചിലുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ അവർക്ക് ബോധമുണ്ട്. ഞാൻ പറയട്ടെ, ജനം TV ആണെങ്കിലും അവർക്ക് ബോധമുണ്ട്, വിവരമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുക്കാം. ഒരു വാർത്ത പോലും ഞാൻ ഇവിടെ കോളം പോലെ വന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ ഇവിടെ കണ്ടില്ല. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. കാരണം അവർക്കും ബോധമുണ്ട് ഈ വിഷയത്തിൽ. അവർക്ക് ഏതൊരാളുകൾക്ക് മിനിമം മാർക്കറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയുള്ള ബോധമുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ആ പമ്പര വിഡിത്തത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ആളുകളോ ഞാൻ ആലോചിക്കും. ഒരാൾ മരിച്ച ആളെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു, തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ സമാധി ഇരുത്തുന്നു, എന്നിട്ട് ഒരു പെട്ടിയാക്കിയിട്ട് ഇനി അവിടെ മഹാസമാധിയാണ് ഇവിടെ, ഇതാണ് ഇവിടുത്തെ എന്താ പറയാ പ്രതിഷ്ഠാ പുരുഷൻ അങ്ങനെ പേരാ ഉദ്ദേശിച്ചത്. എന്ത് ലിംഗ അങ്ങനെ ഇൻ കേസ് അത് പോസ്റ്റ്മോർട്ടം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സമാധി പീഠങ്ങളും മക്ബറകളും ഒക്കെ ഒരുപാട് ഇനിയും ഉണ്ടാവുമല്ലോ. ഇനി ഉണ്ടാവും, ഉറപ്പായിട്ടും ഇനിയും ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാവോ? ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആളുകൾ മനസ്സിലാക്കി വെച്ചു. ഇനി ചിന്തിക്കുന്നത് എന്താ, ഇനി ആരെങ്കിലും 3-4 പേര് ഒന്ന് കാണിച്ചാൽ മതി. സന്ദേശം അതാ ഉറപ്പായിട്ടും തെറ്റായ സന്ദേശം പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ചെന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ല 5-10 വർഷം ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആൾക്കൂട്ടം കാണാം. അന്ന് ചെന്നിരുന്നിട്ട് താണ്ട പണ്ട് ഇയാള് ഇങ്ങനെ ആയിരുന്നു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അടി കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് ഏതോ ഒരു വിരോധി അവിടെ നിന്ന് ഖബറാന്നേ പൊളിക്കൂ, എന്തൊരു ലോജിക്ക് ചിന്തിക്കാത്തതാണ്. ഞാൻ ഖബറാണെങ്കിലും പൊളിക്കേണ്ടതെന്ന് പൊളിക്കണം. തീർച്ചയായിട്ടും അതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ പറയുന്ന കൂട്ട് അവിടെ ജാതിയും മതമൊന്നും നോക്കാതെ ആളുകൾക്ക് അവിടെ പ്രശ്നം പറഞ്ഞാൽ ഒരു നിയമമുണ്ട്, അതിനനുസരിക്കാൻ ഞാനും നിങ്ങളെല്ലാരും ബാധ്യസ്ഥരാണ്. അതെ, അത് അനുസരിക്കാൻ വയ്യാത്തവർ എങ്ങോട്ടാണ് അങ്ങനെ ഒരു വിഷയം വന്നത്. ഇതൊരു വിവാദം ആയതുകൊണ്ടാണ്. ഈ മക്കള് തന്നെ ഒരു സമാധി എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചു വെക്കുന്നു. വന്ന് നോക്കുമ്പോൾ അച്ഛനില്ല. കഴിഞ്ഞ ദിവസം വരെ അവിടെ വീട്ടിനകത്ത് കണ്ട അച്ഛനെ നാട്ടുകാരും കാണുന്നില്ല. അപ്പൊ നാട്ടുകാർക്ക് തന്നെ ആദ്യത്തെ ചോദ്യം ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ, ഇല്ല, ആ മനുഷ്യൻ എവിടെ? രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ എന്ത് പറ്റിയത്, എങ്ങനെ പറ്റിയെന്നാണ്. അതൊരു ചോദ്യം തന്നെയല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ വന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, ആള് മരിച്ചതാണ്. ഒന്നും വേണ്ട, ആരെയും വേണ്ട, ഒരു ഡോക്ടറെ വിളിച്ച് കാണിക്കുന്നു, ഡോക്ടർ നോക്കുന്ന ആള് മരിച്ചുപോയി, ഒരു പ്രശ്നമില്ലല്ലോ. ഈ പുള്ളിയുടെ സഹോദരിയെ പോലും കാണിച്ചില്ല എന്നുള്ളതാണ്. സഹോദരി വെച്ചാൽ പറയാം, അവർ ക്രിസ്ത്യൻസ്, അവരെ കാണിക്കാൻ പറ്റൂല. അല്ല, ദൈവങ്ങൾക്ക് സത്യം പറഞ്ഞ മതം ഉണ്ടാ? സംശയമുണ്ട്. അതെ, അതല്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു. അതേ പറയാൻ വയലാർ എഴുതിയ വരികളാണ്. യേശുദാസ് വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ നോക്കുന്ന ഈ മതത്തിൽ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്ന ആരുടെ തെരഞ്ഞു പിടിച്ച് അവാർഡ് കൊടുക്കുന്ന, അനുഗ്രഹം കൊടുക്കുന്ന ദൈവങ്ങളാണ്. ഇപ്പൊ ഗോവിന്ദ സ്വാമിക്ക് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഗോവിന്ദ സ്വാമിയുടെ മരണം ഈ പെങ്ങള് ക്രിസ്ത്യൻ വിശ്വാസിയാണ്, അതുകൊണ്ട് അവര് കാണരുത് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഉളത്തരമാണ് ഈ പറയുന്നത്. ഇത് 2025 അല്ല, അത് വേണമെങ്കിലേ ചിലപ്പോ നമുക്ക് കുടുംബത്തിൽ നിന്ന് നമുക്ക് കൂട്ടാൻ പറ്റാതെ പുറത്തു പോയതായതുകൊണ്ട് കാണിച്ചില്ലെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരിക്കും. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത പഠിച്ചിട്ടുള്ള ഡോക്ടറെ കാണിച്ചില്ലല്ലോ അവര്. അങ്ങനെ കാണിക്കാൻ പാടില്ല. കുടുംബത്തിൽ ചിലപ്പോൾ അശുദ്ധമായിട്ട് അതൊക്കെ പറയാനുള്ള ലോജിക്കും ബോധമൊക്കെ അവർക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇതിന് പിന്നില് ഒരു PR ഏജൻസി പ്രവർത്തിച്ചിട്ടുണ്ടോ? സത്യമായിട്ട് എനിക്ക് ഇവരുമായിട്ട് എങ്ങനെ PR ഏജൻസി യോജിക്കും? PR
അതാ PR ഏജൻസിക്ക് ലോജിക്ക് വേണ്ട, അതല്ല ലോജിക്ക് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്, വിദ്യാഭ്യാസമുള്ള ഒരു അഡ്വക്കേറ്റ് സംസാരിച്ചു കേട്ടില്ലേ? വിദ്യാഭ്യാസം വിവരം രണ്ടും രണ്ടാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് സാധാരണ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന വിദ്യാഭ്യാസത്തിലുള്ള വിവരം കിട്ടുമെന്ന് കേട്ടോ. ഇല്ലില്ല, ഞാനത് മാറ്റി. വളരെ വലിയൊരു തെറ്റാത്, വളരെ വലിയ തെറ്റാധാരണയാണ്. വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും വിവരം കിട്ടൂല. വിദ്യാഭ്യാസം ഒന്ന് സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാത്രമാണ്, വിവരം വേറെയാ. അത് ശരി. വിദ്യാഭ്യാസത്തിലുള്ള വിവരം കിട്ടാനാണെങ്കിൽ വേറെ ആളുണ്ടായിരുന്നു, ലൗഡിന് അവിടെ ഒരു ഓടി എന്നൊക്കെ പറഞ്ഞു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അത് ശരി, കിട്ടത്തില്ല. എന്തൊക്കെയാന്നിട്ട് വലിയൊരു വല്ലാത്തൊരു കഥയായി പോയി. വല്ലാത്ത കഥയായി പോയി. ഇനിയിപ്പോ എന്താ, രാസപരിശോധന ലിസ്റ്റ് വന്നിട്ടില്ല, അത് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരണം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഒരിക്കലും മതവിഭാഗത്തിനെ ഒന്നും നമ്മൾ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ തികഞ്ഞ വിശ്വാസിയാണ്. പക്ഷെ അന്ധവിശ്വാസത്തെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചന്ദനത്തിരി കത്തിക്കുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കി, ചന്ദനത്തിരി കത്തിക്കുന്നത് ജസ്റ്റ് മണത്തിന് വേണ്ടിയാ. വീണ്ടും പറയുന്നത്, നിങ്ങൾ എന്താണ് ഒരു മതത്തിന് കാര്യം മാത്രം പറയുന്നത് എന്ന് ചോദിക്കുന്നവർ ഈ വീഡിയോയിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ട് മറ്റേ ബൈ.